ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ലിൻസി ഗ്രഹാം റിപ്പബ്ലിക്കൻ പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അമേരിക്കൻ സെനറ്റർ, കോൺഗ്രസ്മാനാണ്. അപ്പം പുള്ളിക്കാരനാണ് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്താൻ വേണ്ടിയിട്ടുള്ള നിർണായക തീരുമാനമെടുത്തതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പുള്ളിക്കാരൻ ഇപ്പോൾ അടുത്ത് ട്രംപുമായിട്ട് ചേർന്ന് പുതിയ നടപടികൾ, അതിലൊന്ന് ക്യൂബയ്ക്ക് നേരെ ഒരു താക്കീത്, അതുപോലെ തന്നെ കൊളംബിയയ്ക്ക് നേരെ ഒരു താക്കീത്. ഓക്കെ, അവിടെയൊക്കെ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ക്യൂബ, കൊളംബിയയൊക്കെ തന്നെ ഈ മരുന്ന് മാഫിയകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ അമേരിക്കയ്ക്ക് തർക്കങ്ങളുണ്ട് എന്ന് വെക്കാം. അത് കഴിഞ്ഞാൽ നേരെ ഗ്രീൻലാൻഡിനെ ഞാൻ എടുത്ത് അമേരിക്കയോടൊപ്പം ചേർത്തിട്ടേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ട്രംപ്. Venezuela, Russia, Ukraine. We'll worry about Greenland in about 2 months. Let's talk about Greenland in 20 days. Venezuela, we talk so much about energy. By the way, I will say this about Greenland. We need Greenland from a national security situation. It's so strategic. Right now, Greenland is covered with Russian and Chinese ships all over the place. We need Greenland from the standpoint of national security. And Denmark is not going to be able to do it, I can tell you. You know what Denmark did recently to boost up security in Greenland? They added one more dog sled. It's true. Sir, they thought that was a great move. What would the justification be for a claim to Greenland? അപ്പോഴേക്കും ഡാനിഷ് പ്രൈം മിനിസ്റ്റർ ഫ്രെഡറിക്സൺ അവർ പറഞ്ഞിരിക്കുന്നത്, ഈ ഡെൻമാർക്ക് ഓൾറെഡി തന്നെ നാറ്റോയിലെ അംഗമാണ്. അപ്പം അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്യൂരിറ്റി ത്രെട്ട്, അമേരിക്കയ്ക്ക് സെക്യൂരിറ്റി ഭീഷണിയുണ്ട്. അപ്പോൾ ആ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കുറേ രാജ്യങ്ങളെയൊക്കെ അമേരിക്കയോടൊപ്പം ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻലാൻഡിനെ അമേരിക്കയോടൊപ്പം ചേർക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ അടവുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിനെ അമേരിക്കയോടൊപ്പം ചേർത്തിട്ടേ ഇനി ട്രംപ് ഉറങ്ങുകയുള്ളൂ എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന് കൃത്യമായിട്ട് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ ലിൻസി ഗ്രഹാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെനിസുലയിൽ നിന്നും ഈ നിക്കോളാസ് മദുറോവിനെ കൃത്യമായിട്ട് പൊക്കിയെടുത്ത് അമേരിക്ക കൊണ്ടുപോയത് അവരെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് കണക്കാക്കുകയും അതുകൊണ്ട് ഇനി നമ്മളെ ചോദിക്കാനും പറയാനും ഒരുത്തനും ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് തോന്നിവാസം കാണിക്കാം എന്നുള്ള നിലയിൽ അമേരിക്ക അതപ്പതിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി വരാൻ പോകുന്ന 2-3 വർഷത്തേക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിന് ഒരു ഉത്തരവാദിത്തമില്ല, ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ ലിൻസി ഗ്രഹാം ഫോക്സ് ന്യൂസിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ക്യാപ്പ് എടുത്ത് വെക്കുന്നുണ്ട്. ആ ക്യാപ്പിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ വിചാരിക്കും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, ഇല്ല, മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ക്യാപ്പാണ് പുള്ളിക്കാരൻ എടുത്ത് വെക്കുന്നത്. അപ്പോൾ മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ മെസ്സേജിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായിട്ട് അല്ലെങ്കിൽ റെഫ്യൂജികളായിട്ടൊക്കെ പണ്ട് ഇറാനിൽ നിന്നും പോയ ആൾക്കാരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിലവിലും ഇറാൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് പേര് അമേരിക്കയിൽ പോയി താമസിക്കുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഇമിഗ്രേഷൻ ചാനലിലൂടെ. അപ്പം അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു പ്രചോദനമാണ് അത്. ആ പ്രചോദനം കാരണം ഈ വെളിയിൽ നിന്നാണ് കൃത്യമായിട്ട് ഫണ്ടിങ് നടക്കുന്നത്. എന്തിനാണ്? ഈ റൈസ പെലവിയെ ഇറാൻ്റെ തലപ്പത്ത് കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫണ്ടിങ് നടക്കുന്നത് പുറത്തുനിന്നാണ്. ഏറ്റവും കൂടുതൽ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഇറാനികൾ, പേർഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ്. ഇതിൽ ഇറാൻ്റെ റെജിം ചേഞ്ച് ഓൾമോസ്റ്റ് നടക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, ആയത്തുൽ അലി ഖമൈനി മോസ്കോയിലേക്ക് മാറുകയാണ് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഇതിനകത്ത് എത്രമാത്രം ഈ ഒരു വാർത്തയിൽ ആധികാരികത ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ഇങ്ങനത്തെ സെനാരിയോസിൽ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഇറാൻ്റെ ഉള്ളിൽ ആളിക്കത്തുമ്പോൾ പലപ്പോഴും ഇതേപോലത്തെ മെസ്സേജുകളൊക്കെ വരാറുണ്ട്, ഇതേപോലത്തെ വാർത്തകൾ, നരേറ്റീവ്സ്. അപ്പോൾ ഇതും അത്തരത്തിലുള്ള ഒരു നരേറ്റീവ് ആണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഇന്നലെ കൊടുത്ത ഒരു ഭീഷണി അത് വല്ലാത്തൊരു ഭീഷണിയാണ്. കാരണം കഴിഞ്ഞ 12 ദിവസത്തിൻ്റെ യുദ്ധത്തിൽ ആയത്തുൽ അലി ഖമനേയിയെ എവിടെയാണ് പുള്ളിയുടെ ഒളിത്താവളം എന്ന് കണ്ടെത്തിയ ആ മൊമെന്റിൽ അമേരിക്ക പെർമിറ്റ് ചെയ്തില്ല. എന്തിനാണ്? പുള്ളിയെ എലിമിനേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തുരിതരാ കുറേ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത കൂട്ടത്തിൽ ആയത്തുൽ അലി ഖമനേയിയും ഇസ്രായേൽ തീർപ്പാക്കിയേനെ. അപ്പം അത് ഒരു പെൻഡിങ് വർക്കായിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ മൊസാദിൻ്റെ ടാസ്കിലുണ്ട്. അപ്പോൾ ആ ടാസ്ക് ഇപ്പം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. അപ്പോൾ ഈ തുടർച്ച എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആയത്തുൽ അലി ഖമനേയിയെ മാക്സിമം സീക്രട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച് താമസിക്കുകയാണ് ഇപ്പം ഇറാൻ്റെ ഉള്ളിൽ. പുള്ളിക്കാരൻ എവിടെയാണ് താമസം എന്നുള്ളത് തപ്പുന്നതാണ് പ്രധാനമായിട്ടും മൊസാദിന്റെ പണി ഇറാന്റെ ഉള്ളിൽ. ഇനി മോസ്കോയിലേക്ക് ഇവർ താമസമാവെന്ന് പറഞ്ഞാൽ, അതായത് ഒരു 5 അംഗ സംഘം, ഒരു 5 പേരടങ്ങുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പിനെ ആയത്തുൽ അലി ഖമനേയി മോസ്കോയിലേക്ക് അയച്ചു വെച്ചതായിട്ടും, അതായത് പുള്ളിക്കാരൻ്റെ അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചതായിട്ടുള്ള വാർത്തകളാണ് പൊതുവിൽ വരുന്നത്. പക്ഷേ ഇതിനകത്ത് എത്രമാത്രം ആധികാരികത ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പലപ്പോഴും ഇതിനു മുമ്പും ഇതേ മാതൃകയിൽ
ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 50-50 ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, പറയാൻ പറ്റില്ല. ഇറാൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ പ്രതിഷേധം ഏറ്റവും കൂടുതൽ ആളിക്കത്തുന്ന രംഗമാണ്. അതൊരിക്കലും കെട്ടടങ്ങുന്ന മാതിരി തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആയത്തുൽ അലി ഖമനേയി ഒരു പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രിയറഗേറ്റീവ് അറേഞ്ച്മെന്റ്സ് അതാണ് പുള്ളിക്കാരൻ നോക്കുന്നത്. ഇത് ഈ മോസ്കോയിലേക്ക് താമസം മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതും കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ലിൻസി ഗ്രഹാമിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ലിൻസി ഗ്രഹാം വേറെ ഒന്നുമില്ല. അതായത് ഈ ലിൻസി ഗ്രഹാമും ട്രംപും കൂടി ചേർന്നിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പം ട്രംപ് ആദ്യം ഓപ്പൺ ചെയ്തത് റഷ്യയുടെ വിഷയമാണ്. റഷ്യയുടെ പുടിൻ്റെ ഹൗസിലേക്ക് ആരും തന്നെ ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പറഞ്ഞത്. അപ്പം ഉടനെ തന്നെ അടുത്ത ചോദ്യം വരികയാണ്. ചോദ്യം, സാർ നിങ്ങളല്ലേ 2 ദിവസത്തിന് മുമ്പ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഉക്രൈനിലെ സെലൻസ്കിക്കെതിരെ വരെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചത്, എന്നിട്ട് ഇപ്പം എന്താണ് ഇത് മാറ്റി പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ട്രംപല്ലേ, ട്രംപിന് എന്ത് വേണമെങ്കിലും പറയാം, അതാണ് അതിൻ്റെ സംഗതി. ഇല്ല, റഷ്യ നമുക്ക് ഡ്രോൺ തന്നായിരുന്നു, നമ്മൾ അത് പരിശോധിച്ചു, പക്ഷേ അത് പഴയ ഡ്രോണാണ്, അത് ഇപ്പോഴെങ്ങും അയച്ച ഡ്രോണായിട്ട് അത് കണ്ടിട്ട് വിലയിരുത്താൻ കഴിയുന്നില്ല, ഇത് പഴയ ഡ്രോണായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് എന്തോ ഒരു പന്തികേടുണ്ട്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഹൗസ് ആരും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല, അത് ഏതോ സൈഡിലേക്ക് പോയ എന്തെങ്കിലുമൊക്കെ ഒന്ന് തകർന്ന് വീണതായിരിക്കാം, അല്ലാതെ ഹൗസ് അറ്റാക്ക് ചെയ്തതായിട്ട് ഇതുവരെ നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ അന്ന് പറഞ്ഞത് പുടിനുമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ ആധികാരികമായിട്ട് വാർത്ത പുറത്തുവിട്ടതല്ലേ എന്ന് എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു യെസ് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞത്, പക്ഷേ അന്ന് പുടിനുമായിട്ട് സംസാരിച്ചു, ഞാൻ അത് അന്ന് സത്യസന്ധമായ വിഷയമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇന്ന് അതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അത് അതിൽ ഫാക്റ്റ് ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ പറയുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ എന്താണ് അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയുന്നത് ഇനി റഷ്യയുടെ മേളിൽ ഞങ്ങൾ വേണമെങ്കിൽ കൂടുതൽ സാങ്ഷൻസ് ഏർപ്പെടുത്തും, പക്ഷേ അതൊക്കെ ഉക്രൈനും റഷ്യയും തമ്മിൽ അടുത്ത ഘട്ട സമാധാന ചർച്ച എങ്ങനെ മുന്നോട്ട് പുരോഗമിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഞങ്ങൾ റഷ്യയ്ക്ക് മേളിൽ ഉപരോധം ഏർപ്പെടുത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് റഷ്യയ്ക്ക് മേളിൽ മാത്രമല്ല റഷ്യയുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാർക്കും ഞങ്ങൾ കൂടുതൽ സമ്മർദ്ദം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മാധ്യമപ്രവർത്തകർ എടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പം യു മീൻ ഇന്ത്യ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരേ ഒരു രാജ്യത്തിന് മാത്രമാണ് റഷ്യയുടെ പേരിൽ ഈ രീതിയിൽ 25% താരിഫ് ഇട്ട് വെച്ചിരിക്കുന്നത്. മറ്റേ ചൈനയ്ക്കോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങൾക്കും ഈ താരിഫ് ഇടാനുള്ള കെൽപ്പ് ട്രംപിനില്ല, അതിനുള്ള നട്ടലുമില്ല. ഇന്ത്യക്ക് മാത്രമേ ഇടാൻ പറ്റും. കാരണം ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇന്ത്യക്ക് മേളിൽ എന്തു ആവാം എന്നുള്ള രീതിയിലുള്ള നിലപാടാണ്. അത് ഈ ലിൻസി ഗ്രഹാമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങിയത്. പാകിസ്ഥാന്റെ പക്കൽ നിന്നുള്ള ഏജൻസികൾ ഈ ലിൻസി ഗ്രഹാമിന് പൈസ വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓൺലി ഇന്ത്യ, റഷ്യ ഇന്ത്യയുമായിട്ട് മാത്രമാണോ ഡീൽ ചെയ്യുന്നത്? ഒരിക്കലുമില്ല. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ലിൻസി ഗ്രഹാം പറയുകയാണ് ഇന്ത്യ ഇപ്പം ഇതിന് മുമ്പ് വാങ്ങിച്ചുകൊണ്ടിരുന്ന എണ്ണയുടെ ക്വാണ്ടിറ്റിയെക്കാളും ഇപ്പോൾ കുറച്ചിട്ടുണ്ട് എന്ന് ലിൻസി ഗ്രഹാം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ട്രംപ് ഉടനെ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ ഇന്റർഫെയർ ചെയ്യുകയാണ്. അതിൽ ഇന്റർഫെയർ ചെയ്തിട്ട് പറയുകയാണ്, അതായത് ഇന്ത്യ ശരിക്കും മോദിക്ക് അറിയാം ഞാൻ ഹാപ്പിയല്ല. ആരാണ്? ട്രംപ് ഹാപ്പിയല്ല അത്രേ. അപ്പം ഞാൻ ഹാപ്പിയല്ല എന്നുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിക്കറിയാം. മോദി എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്നെ സന്തോഷത്തിലല്ല വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്ത് കോമഡി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പുള്ളിക്കാരനെ ഹാപ്പി ആയിട്ടല്ല വെച്ചിരിക്കുന്നത്. ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ, ഒരു ഡിപ്ലോമാറ്റിക് ചാനലിൽ 2 രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് ഹാപ്പി ആയിട്ട് വെക്കാനുള്ളത്? പുള്ളിക്കാരൻ്റെ ആവശ്യങ്ങൾ എന്താണോ നമ്മൾ നടപ്പാക്കി കൊടുക്കണം. ഈ ഹാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, അമേരിക്കയുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റും ഡയറി പ്രോഡക്റ്റുകളും ഇന്ത്യയുടെ മാർക്കറ്റിലേക്ക് അവർക്ക് ഡംപ് ചെയ്യണം, അതാണ് വേണ്ടത്. റൈസ് ഡംപിങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിന്റെ പുറകിലാണ്. In Russia, which is the biggest pressure anybody's put on Putin since the war started. But we have 85 co-sponsors to give this president. It's hurting Russia very bad, the sanctions. Oh, yeah. So this bill would allow. And India also is pulling. Yes, sir. So he put a 25% tariff on India for buying Russian oil. I was at the Indian ambassador's house about a month ago, and all he wanted to talk about is how they're buying less Russian oil. Would you tell the president to relieve the tariff? This stuff works. So I'm hoping we'll bring the bill up, and it's from 0 to 500. He picks the number. Nobody else does. But if you're buying cheap Russian oil, keeping Putin's war machine going, we're trying to give the president the ability to make that a hard choice by tariffs. I really do believe that what he did with India is the chief reason India is now buying substantially less Russian oil. So I hope we pass this bill soon. And after Well, this, they wanted to make me happy, basically. Modi's a very good man. Yes. He's a good guy. He knew I was not happy, and it was important to make me happy. They do trade. അതായത് നമ്മളുടെ ട്രേഡ് ഡീൽ എവിടെയാണ് നിൽക്കുന്നത് പറഞ്ഞാൽ ഈ പൊസിഷനിലാണ് നിൽക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് മാർക്കറ്റ് തുറന്നു കൊടുക്കണം ഇന്ത്യ, ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെയാണ് ട്രംപ് ഹാപ്പി അല്ലാത്തത്.
അപ്പോൾ അതുകൊണ്ട് എന്നെ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ താരിഫൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ. കാരണം നവംബർ ഡിസംബറിലേക്ക് ഈ താരിഫൊക്കെ എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പുറകിലുള്ള ഗുട്ടൻസ്. അപ്പോൾ അത് ട്രംപ് ഹാപ്പി അല്ല, എന്നെ ഹാപ്പി ആയിട്ട് എന്നെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഹാപ്പി മോഡിൽ നിറവേറ്റി തന്നു കഴിഞ്ഞാൽ ഞാൻ താരിഫ് എടുത്ത് മാറ്റാൻ തയ്യാറാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എനിവേ തീർച്ചയായിട്ടും മോദി ഇപ്പോൾ ഈ ഒരു മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് തന്നെയാണ് ട്രംപ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ടോക്സ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഡാനിഷ് പ്രധാനമന്ത്രി കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ നാറ്റോയിലെ മെമ്പറാണ്. നാറ്റോ ഓൾറെഡി തന്നെ സെക്യൂരിറ്റി റീസൺസിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഒരു സംഘടനയാണ് നാറ്റോ. ആ നാറ്റോയിലെ മെമ്പറാണ് ഡെൻമാർക്ക്. അപ്പോൾ ആ ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഗ്രീൻലാൻഡിനെ നിങ്ങൾ അമേരിക്ക സ്വന്തമാക്കാൻ തീരുമാനിക്കുന്നു എങ്കിൽ പിന്നെ ഈ ഒരു നാറ്റോ സഖ്യത്തിന് എന്താണ് അർത്ഥം, എന്ത് മീനിങ് ആണുള്ളത്? അതായത് ഇപ്പോൾ ഡെൻമാർക്കിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാറ്റോ സഖ്യങ്ങൾ വരണം, അതാണ് ഇതിന്റെ രീതി. അതുകൊണ്ടാണല്ലോ നാറ്റോ. ഇപ്പം എനിക്കൊരു പ്രശ്നം വരുമ്പോൾ നാറ്റോ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് നാറ്റോയിൽ തുടരണം? അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫ്രെഡറിക്സൺ ചോദിക്കുകയാണ്, ഈ ലേഡി കൃത്യമായിട്ട് അമേരിക്ക അടുത്ത് ചോദിക്കുകയാണ്, ഈ നാറ്റോ ഓൾറെഡി ഉണ്ടല്ലോ, അമേരിക്കയും നാറ്റോയുടെ ഭാഗമാണ്. അപ്പോൾ നാറ്റോ രാജ്യം തന്നെ ഈ നാറ്റോ സ്ഥാപിച്ച അമേരിക്കയെ ആക്രമിക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? യെസ്, ഗ്രീൻലാൻഡിൽ റഷ്യയുടെ ഷിപ്പുകൾ, ചൈനയുടെ ഷിപ്പുകളൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ അമേരിക്കയിലും വരുന്നുണ്ട്. ചൈനയുടെ അടുത്ത് അമേരിക്കയ്ക്കും കച്ചവടമുണ്ട്, റഷ്യ എടുത്ത് വരെ അമേരിക്കയ്ക്ക് കച്ചവടമുണ്ട്. അപ്പം ഇതൊരു റീസൺ ആണോ എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക യഥാർത്ഥ റീസൺ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തുറന്നു പറയണം. അമേരിക്ക ഗ്രീൻലാൻഡിനെ കൈവശപ്പെടുത്തിയിട്ടേ പോവുള്ളൂ, അതിൽ യാതൊരു മാറ്റമില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അർജന്റ് ബേസിസിൽ സെക്യൂരിറ്റി റീസൺ, നാഷണൽ സെക്യൂരിറ്റി റീസൺ കാരണമായി കാണിച്ചുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് അറ്റാച്ച് ചെയ്യണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട്. ഇതാണ് അടുത്ത ചൂടേറിയ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനെതിരെയുള്ള വിയോജിപ്പ് ഡെൻമാർക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നാറ്റോയിൽ ഞങ്ങൾ മെമ്പർ ആയതുകൊണ്ട് അമേരിക്കയുടെ സൈഡിലുള്ള ആയുധങ്ങൾ തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് ഒരു യുദ്ധത്തിന് പോകാൻ ഞങ്ങൾ റെഡിയല്ല, അത് പറ്റുമെന്നും തോന്നുന്നില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഗ്രീൻലാൻഡിനെയൊക്കെ ഇങ്ങനെ സ്വമേധയാ ഇങ്ങനെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡിക്റ്റേറ്റർഷിപ്പ്, അരാജകത്വം, അത് തന്നെയാണ് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇന്നലെ വെനിസുലയെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അഥവാ വെസ്റ്റേൺ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ, ഇവർക്കൊക്കെ ഇന്ന് മറ്റൊരു പണി കിട്ടിയിരിക്കുകയാണ്. അതാണ് ഗ്രീൻലാൻഡ്. ഇനി പെട്രോ കോസ്റ്റോ, കൊളംബിയയുടെ പ്രസിഡന്റിന്, അവർക്കും താക്കീത് കൊടുത്തിട്ടുണ്ട് അമേരിക്ക. കൊളംബിയ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ഇനി മരുന്ന് കയറ്റി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അമേരിക്ക വളരെ അഗ്രസീവായിട്ട് പെരുമാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ആക്രമണത്തിൽ ഒരു ഡോമിനേഷൻ കിട്ടിയതായിട്ട് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ ചോദിക്കാൻ ഇനി ആരുമില്ല എന്നുള്ളൊരു നിലപാടിൽ അവർ എത്തിയിട്ടുണ്ട്. അത് ശരിക്കും മറ്റുള്ള രാജ്യങ്ങൾ, ചുറ്റിപ്പറ്റി കിടക്കുന്ന മറ്റുള്ള രാജ്യങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. അതായത് ശരിക്കും യഥാർത്ഥ ഡിക്റ്റേറ്റർഷിപ്പ് അമേരിക്ക നടപ്പിലാക്കുന്ന വിഷയങ്ങളാണെന്നുള്ളതാണ് ഇത് അമേരിക്കയുടെ വികൃതമായിട്ടുള്ള ഒരു മുഖം. അതാണ് ഇപ്പം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. യെസ്, തീവ്രവാദികൾക്കെതിരെ അമേരിക്ക നിലപാടെടുക്കണം, അങ്ങനത്തെ അമേരിക്കയാണ് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ തീവ്രവാദികളെ ഇവിടെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും, ഫോർ എക്സാമ്പിൾ സിറിയ നല്ല കംഫർട്ട് സോണിൽ ഇരുത്തിയിരിക്കുകയാണ്. ഐസിസ് ഭീകരന്മാരെയാണ് അവിടെ കംഫർട്ട് സോണിൽ ഇരുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതേപോലെ ഭീകരവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കേന്ദ്രമാണ്, ഭീകരവാദികളുടെ പഠന കേന്ദ്രമാണ്. ഈ പാകിസ്ഥാനെ ഇതേപോലെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണേലും, ഹമാസിനും ഐസിസിനും മറ്റു പല രീതിയിലുള്ള തീവ്രവാദ സംഘടനകൾക്കും അവിടെ നല്ല രീതിയിൽ സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. അവരുമായിട്ടും നല്ല ചങ്ങാത്തമാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഇറാഖിൻ്റെ ഉള്ളിൽ അമേരിക്കയുണ്ട്, ഇറാഖിൽ എത്ര മിലീഷ്യ ഗ്രൂപ്പുകളുണ്ട്, അവരോടെല്ലാം അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള ബന്ധമാണ്. ഇനിയിപ്പം വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വെനിസുല എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡെൽസി റോഡ്രിഗസ്, ഇവരാണ് പുതിയ പ്രസിഡന്റ്. അപ്പം ഈ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ലേഡി മരിയ കൊറീന വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അവർ ട്രംപ് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഗ്രസീവായിട്ട് സംസാരിച്ചുകൊണ്ട് നോർവേയിൽ നിന്ന് കരച്ചിലാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഈ റോഡ്രിഗസ് എങ്ങനെയാണ് പെരുമാറുന്നത്, അത് ശരിക്കും ട്രംപ് ചേട്ടൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം. ഒരു കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക സെക്കൻഡ് റൗണ്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം നിലവിൽ അമേരിക്കയ്ക്ക് ഒരു ഫീൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ വളരെ സ്മൂത്ത് ആയിട്ട് ഈ നിക്കോളാസ് മദുറോവിനെ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ടെന്നില്ല, അതിപ്പോൾ നിലവിൽ ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സംഭവം വേറെ ഒന്നുമില്ല. വെനിസുല പഴയതുപോലെ തുടരുകയാണ്. അതിപ്പോൾ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട് അമേരിക്കയ്ക്ക്. നമ്മൾ നടത്തിയ ഈ ഒരു അറ്റാക്ക്, ഇത്രയും ആക്രമണം നടത്തി ഈ തലപ്പത്തിരിക്കുന്ന ഈ പ്രസിഡന്റിനെ തന്നെ പൊക്കിക്കൊണ്ട് വന്നിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സീൻ വെനിസുലയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു നിരാശ അമേരിക്കയ്ക്കുണ്ട്. ആ നിരാശയിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഡയലോഗുകളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പം ഒരു ഓയിൽ ഷെയർ നോക്കി കഴിഞ്ഞാൽ വെനിസുലയിൽ നിന്നും ചൈന 80% ഓയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ക്രൂഡ് ഓയിൽ. അതുപോലെ മറ്റുള്ള രാജ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ വളരെ തുച്ഛമായ അളവിൽ തന്നെയാണ് വാങ്ങിക്കുന്നത്. ക്യൂബ 3%, സ്പെയിൻ 3%, ഇന്ത്യ 3%. പക്ഷേ മറ്റൊരു കക്ഷി ഇതിലും കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എണ്ണ വെനിസുലയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് അമേരിക്കയാണ്.
ഏതാണ്ട് 11.5% എണ്ണ വെനിസുലയിൽ നിന്ന് അമേരിക്കയാണ് വാങ്ങിയിരിക്കുന്നത്. എന്നിട്ടാണ് ഈ നാടകങ്ങൾ മൊത്തം നടത്തുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക നല്ലവനാണ്, വല്ലവനാണ്, ഗ്ലോബൽ പവറാണ്, ലോക പോലീസാണ്, എല്ലാമാണ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ അതിക്രമങ്ങൾ കാണിക്കരുത്. ജനസേവനമാണ് ഉദ്ദേശമെങ്കിൽ അത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ജനസേവനമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ. പിന്നെ ഈ എണ്ണ കച്ചവടമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ പ്രോപ്പറായിട്ട് സൈൻ ചെയ്ത് മുന്നോട്ട് പോകാനേ ഉണ്ടായിരുന്നുള്ളൂ. അതിനും തയ്യാറല്ല. അതിന് തയ്യാറാവാത്തതിൻ്റെ കാരണം വെച്ചാൽ ഫുള്ളായിട്ട് വേണം, മുഴുവനും വേണം. അതാണ് പ്രശ്നം. മറ്റേത് എഗ്രിമെന്റ് വെക്കുമ്പോഴത്തേക്കും ആ രാജ്യത്തിന് കുറച്ച് കൊടുക്കേണ്ടി വരും. ഈ എണ്ണപ്പാടങ്ങളുള്ള രാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാകുമ്പോൾ അങ്ങനെയല്ല, ഫുൾ ഞങ്ങൾ എടുക്കും. അതാണ് ഇപ്പോൾ ഇവരുടെ നിലപാട്. ആ ഒരു രീതിയിലേക്കാണ് വെനിസുലയെ അപ്രോച്ച് ചെയ്യുന്നത് അമേരിക്ക. ഇത് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൽ നിന്നുള്ളൊരു വാർത്ത. ഈ ബംഗ്ലാദേശുകാരന്മാർ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ മേഘാലയ ബോർഡർ വഴി ഇപ്പം ഇന്ത്യക്കുള്ളിൽ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് ഈ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻറ്റുകളായിട്ട്. അവന്മാർ ഏതാണ്ട് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തെലുങ്കാനയിൽ ഇവരെ ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ആൾക്കാരുണ്ട്, ഏജന്റുമാർ. ആ രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ബംഗ്ലാദേശിൻ്റെ ക്രിക്കറ്റ് താരം മുസ്തഫിസുർ റഹ്മാനാണെന്ന് തോന്നുന്നു, അയാളെ കളിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പം ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നിന്നും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് BCB അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യക്കുള്ളിലേക്കുള്ള ഒരു സീരീസിലും ഇനി പങ്കെടുക്കില്ല എന്നുള്ളൊരു പ്രസ്താവന അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് നമ്മൾ പാകിസ്ഥാനിൽ പോയി ഇല്ല എന്ന് ഇന്ത്യ പറഞ്ഞല്ലോ, അതിന് പകരം വീട്ടുന്നതിൻ്റെ ഭാഗമായി അതിന് പകരമായിട്ട് പാകിസ്ഥാനികളോട് ഇന്ത്യ ചെയ്തതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് വന്നിരിക്കുകയാണ്. അവരുടെ ഈസ്റ്റ് പാകിസ്ഥാനികൾ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവന്മാർ പറയുന്നത് ഞങ്ങൾ അടുത്ത സീരീസിൽ ഇന്ത്യക്കുള്ളിൽ പോയി കളിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, അത്ര തന്നെ. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICC സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബോർഡാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. ICCയിൽ തന്നെ ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ BCCI ആണ്, ഇന്ത്യയുടെ ക്രിക്കറ്റ് ബോർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ BCCI തീരുമാനിക്കുന്നത് നടക്കൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബംഗ്ലാദേശ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയുമായിട്ട് കളിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അപ്പോൾ അത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് മാറ്റി വെക്കണം കളി. അത് എന്തായാലും ഇന്ത്യൻ ടീം അതിന് തയ്യാറാവത്തില്ല, ഇന്ത്യ അതിന് സമ്മതിക്കത്തുമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ നിലവിൽ ബംഗ്ലാദേശുമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് സ്പോർട്സ് മേഖലയിൽ. ഇപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ്. അപ്പോൾ ലിൻസി ഗ്രഹാമിനെ മറക്കണ്ട. അടുത്ത അപ്ഡേറ്റ്സിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.